നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൊപ്പത്ത് മാരക മയക്കുമരുന്നായ MDMAയുമായി 3 പേർ പിടിയിൽ. കൊപ്പം സ്വദേശി വാൽപ്പള്ളിയാലിൽ മുഹമ്മദ് ഫാസിൽ, മൂർക്കനാട് പുഴിക്കുന്നത്ത് സൈതലവി, ചെറുകോട് ഓവുങ്ങൽത്തോട്ട് പുൽമുഖത്തൊടി അഷ്റഫ് എന്നിവരെയാണ് 20 ഗ്രാം MDMAയുമായി പോലീസ് പിടികൂടിയത്. മാരക മയക്കുമരുന്നായ 20 ഗ്രാം MDMAയുമായാണ് 3 പേരെ കൊപ്പം പോലീസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. കൊപ്പം അത്താണി വാൽപ്പള്ളിയാൽ മുഹമ്മദ് ഫാസിൽ, മലപ്പുറം മൂർക്കനാട് പൂഴിക്കുന്നത്ത് സൈതലവി, വല്ലപ്പുഴ ചെറുകോട് പുൽമുഖത്തൊടി അഷ്റഫ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ബൈക്കിൽ MDMAയുമായി വരികയായിരുന്ന 3 പേരെയും പോലീസ് പിന്തുടർന്നാണ് കൊപ്പം അത്താണിയിൽ വെച്ച് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. കൊപ്പം SHO P ശിവശങ്കരന്റെ നേതൃത്വത്തിലായിരുന്നു ഇവരെ പിടികൂടിയത്. കൊപ്പം പോലീസിന്റെയും ജില്ലാ ഡാൻസ് ഓഫ് സംഘത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു ഇവരെ പിടികൂടിയത്. കൂറ്റനാട് ചാലിശ്ശേരി ന്യൂ ബസാറിന് സമീപം കനത്ത മഴയിൽ റോഡിലേക്ക് മരം കടപുഴകി വീണു. മരം വൈദ്യുതി ലൈനിലും തട്ടി നിന്നതോടെ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ചാലിശ്ശേരി പോലീസ് എത്തി മരം വെട്ടിനീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു. തളി പാറപ്പുറം KA മുജീബിന്റെ വീടാണ് തകർന്നത്. വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു. ഇയാളും ഭാര്യ നജ്നയും മഴ കാരണം തൊട്ടടുത്ത വീട്ടിലാണ് താമസം. അതിനാൽ ആളപായം ഉണ്ടായില്ല. മുജീബ് സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി വിറ്റാണ് ഉപജീവനം നടത്തുന്നത്. തിരുമിറ്റക്കോട് തോണിക്കടവ് ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളം കയറി. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ മിക്ക പാടശേഖരങ്ങളും വെള്ളത്തിനടിയിലാണ്. പലയിടത്തും കൃഷിനാശവും സംഭവിച്ചു. ശക്തമായ മഴയിലാണ് തിരുമറ്റക്കോട് രായമംഗലം തോടിക്കടവ് ബൗദ്ധക്ഷേത്രത്തിൽ വെള്ളം കയറിയത്. കഴിഞ്ഞ ദിവസമാണ് പ്രദേശത്തെ പാടവും തോടും നിറഞ്ഞ് വെള്ളം ക്ഷേത്രത്തിലേക്കും എത്തിയത്. ഇന്നും ക്ഷേത്രത്തിനകത്ത് തന്നെയാണ് വെള്ളം കെട്ടിനിൽക്കുന്നത്. അതേസമയം പൂജകൾക്ക് മറ്റും തടസ്സമുണ്ടായിട്ടില്ല. കഴിഞ്ഞ പ്രളയസമയത്ത് ക്ഷേത്രം മുഴുവനായും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കർക്കിടക മാസം പോലെ കനത്ത തോതിൽ മഴ പെയ്യുമ്പോൾ ക്ഷേത്രമിക്കത്തേക്കും അതുമല്ല അതിന്റെ അപ്പുറത്ത് വിഗ്രഹം മൂടി വലിക്കുന്ന അനുഭവമൊക്കെ ഞങ്ങൾക്കുണ്ട്. 2018 പ്രളയത്തിലൊക്കെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ വരെ മൂടി 3, 4, 5 ദിവസത്തോളം ക്ഷേത്രം പൂർണ്ണമായി വെള്ളത്തിൽ മൂടിക്കിടന്നു. പിന്നെ ക്ഷേത്രവുമായ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഭഗവതി തോണിക്കൊമ്പത്ത് വന്നു എന്നിട്ട് ഈ പാടത്തിരുന്നു എന്നാണ്. എന്തായാലും ദേവിയും ഈ മഴക്കാലത്ത് കനത്ത രീതിയിൽ മഴ പെയ്യുമ്പോൾ അമ്പലത്തിൽ വെള്ളം കയറുന്നത് ഒരു പതിവ് പ്രക്രിയയാണ്. ഏതായിരുന്നാലും ഈ വർഷം കഴിഞ്ഞ 2 വർഷങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. ഈ വർഷത്തെ ഏതായാലും മഴ കനത്തു. സമീപത്തു കൂടി ഒഴുകുന്ന പിന്നെ കൊരക്കൊഴിത്തോട് നിറഞ്ഞു കവിയുകയും പാടശേഖരങ്ങളിലേക്ക് വെള്ളം കയറുകയും ചെയ്തു. ഇത് ഇങ്ങനെ വരുമ്പോൾ തന്നെ പുഴയിൽ വെള്ളം കൂടുമ്പോൾ ഈ തോട്ടുകൂടെ പോകുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് കുറയുകയും പാടശേഖരങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യുന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പൊ ഈ പ്രാവശ്യം ഏതായാലും അത് ഉണ്ടായിപ്പോ ഇന്നലെ ഞാൻ വൈകുന്നേരത്തോടു കൂടിയാണ് വെള്ളം കുറച്ച രീതിയിൽ വന്നത്. ഇന്നലെ നല്ല നിലയിലുണ്ടായിരുന്നു. ഇന്നിപ്പോ കുറച്ച് കുറവാണ്. വീണ്ടും മഴ കനക്കുകയാണെങ്കിൽ 2018 പോലെ കൂടുതൽ ഉയരങ്ങളിലേക്ക് വെള്ളം കയറുകയും ക്ഷേത്രത്തിലെ നിത്യനിർമ്മാണത്തിന് ഒരുപക്ഷെ ഇനിയും വെള്ളത്തിന്റെ തോത് വർദ്ധിക്കുകയാണെങ്കിൽ നിത്യനിർമ്മാണ ചടങ്ങുകൾ മുടങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോകും. അതുപോലെ തന്നെ ചില്ലറ സാമ്പത്തിക പ്രയാസങ്ങളും ക്ഷേത്രത്തിന് ഈ സമയത്ത് നേരിടാറുണ്ട് എന്നുള്ളതാണ്. പഞ്ചായത്തിലെ മിക്ക പാടശേഖരങ്ങളും വെള്ളത്തിനടിയിലാണ്. ഭാരതപ്പുഴയുടെ കൈവരികളിലൂടെയുള്ള തോടുകൾ നിറഞ്ഞ് വെള്ളം പാടങ്ങളിലേക്ക് കയറുകയായിരുന്നു. ചിലയിടങ്ങളിൽ ഇറക്കിയ നെൽകൃഷിയും വെള്ളത്തിനടിയിലാണ്. കനത്ത കാറ്റിലും മഴയിലും ദേശമംഗലം തലശ്ശേരി പ്രദേശങ്ങളിൽ മരം വീണ് നാശനഷ്ടം. തലശ്ശേരി വെള്ളാട്ടുപീടികയിൽ അഷ്റഫിന്റെ വീടിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആളപായമില്ല. വരവൂർ ദേശമംഗലം റോഡിൽ മരം വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും KSEB ഉദ്യോഗസ്ഥരും ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പൈങ്കുളം ഉന്നത്തൂർ ശ്രീ മഹാവിഷ്ണു ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ഒരിടവേളയ്ക്ക് ശേഷം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണം വ്യാപകമാകുന്നു. ബുധനാഴ്ച രാവിലെ ക്ഷേത്ര മാനേജർ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. ക്ഷേത്ര ഓഫീസിലും തിടപ്പള്ളിയിലും സൂക്ഷിച്ചിരുന്ന ഭണ്ഡാരങ്ങളാണ് കളവ് പോയിരിക്കുന്നത്. ഭണ്ഡാരങ്ങൾ മോഷ്ടിച്ച് ക്ഷേത്രത്തിന്റെ പിറകിൽ കൊണ്ടുപോയി തകർത്താണ് പണം അപഹരിച്ചിട്ടുള്ളത്. 4 ഭണ്ഡാരങ്ങളാണ് കുത്തിപ്പൊളിച്ചിട്ടുള്ളത്. ചെറുതുരുത്തി പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ഓഫീസിനകത്ത് അമ്പലത്തിലെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭണ്ഡാരങ്ങൾ ദിവസവും ക്ഷേത്രത്തിൻ്റെ ഓഫീസിനകത്ത് വെച്ച് പൂട്ടലാണ് പതിവ്. ഭാഗമായിട്ട് ക്ഷേത്രത്തിനകത്ത് വെച്ചിരുന്ന പൂട്ടിയിരുന്ന ഭണ്ഡാരം മോഷ്ടാക്കൾ എടുത്തുകൊണ്ട് പോയി ക്ഷേത്രത്തിൻ്റെ പുറകുവശം, കുറച്ച് കാട് പിടിച്ച സ്ഥലമാണ് ക്ഷേത്രത്തിൻ്റെ പുറകുവശം, അവിടെ വെച്ച്
കമ്പിപ്പാറകളും മറ്റ് ബലമായി കുത്തി തുറന്ന് ക്ഷേത്ര ഭണ്ഡാരത്തിനകത്തുണ്ടായിരുന്ന പൈസ ഏതാണ്ട് 15 ദിവസത്തെ ഒരു ഭണ്ഡാര വരവ് ഉണ്ടാവും. ഒരു 8000 രൂപയോളം ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. അത് കാരണം ഈ 15 ദിവസത്തെ ഒരു വരുമാനം കണക്കൂട്ടിയിട്ടാണ് ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. അതനുസരിച്ച് അത്രയും മോഷണം പോയിട്ടുണ്ട്. ആലുവയിലുണ്ടായ വാഹനാപകടത്തിൽ കൊപ്പം പുലാശ്ശേരി സ്വദേശിയായ യുവാവ് മരിച്ചു. കാറും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം. പുലാശ്ശേരി സ്വദേശി അജിത്താണ് മരിച്ചത്. ആലുവയിൽ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ വാഹനാപകടത്തിലാണ് കൊപ്പം പുലാശ്ശേരി സ്വദേശിയായ പുതുമന തിരുത്തിന്മേൽ പരേതനായ അരവിന്ദന്റെ മകൻ അജിത്ത് മരിച്ചത്. 23 വയസ്സാണ്. ആലുവയിലെ ബേക്കറിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അജിത്ത് സഞ്ചരിച്ചിരുന്ന ബൈക്കും എതിരെ വന്ന കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. രാജിയാണ് അമ്മ. അരുൺ, അനഘ എന്നിവർ സഹോദരങ്ങളാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം വൈകുന്നേരത്തോടെ വീട്ടിലെത്തിച്ചു. ഇരുകരയും മുട്ടി രൗദ്രഭാവത്തിലൊഴുകുന്ന നിളാനദിയെ കാണാൻ വെള്ളിയാങ്കല്ലിൽ വൻ ജനത്തിരക്ക്. ജില്ലയിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നുമെല്ലാമായി രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ദിവസവും ഒഴുകിയെത്തുന്നത് 100 കണക്കിന് സന്ദർശകരാണ്. അതിരാവിലെ മുതൽ രാത്രി വൈകിയും പാലത്തിന് മുകളിലെ സന്ദർശക തിരക്ക് നീളും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിൽ പുഴ ഇരുകരയും മുട്ടിയൊഴുകുകയാണ്. ജലനിരപ്പിലെ ക്രമാതീതമായ വർധനവ് കാരണം തടയണയുടെ 27 ഷട്ടറുകളിൽ 26 തുറന്നുകഴിഞ്ഞു. ഇതോടെ പുഴയുടെ പടിഞ്ഞാറ് വശത്തും അതിശക്തമായ കുത്തൊഴുക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. നീരൊഴുക്ക് വർദ്ധിച്ചതോടെ പുഴ കേന്ദ്രീകരിച്ച് വലയെറിഞ്ഞുള്ള മീൻപിടുത്തവും സജീവമായി. അതേസമയം സന്ദർശകർ വർദ്ധിച്ചതോടെ വെള്ളിയാങ്കൽ പ്രദേശത്ത് ചില നേരങ്ങളിൽ ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. മഴ കൂടുതൽ കനക്കുന്ന സാഹചര്യത്തിൽ വെള്ളിയാങ്കലിലെ സന്ദർശക തിരക്ക് ഇനിയും വർദ്ധിക്കും. നീള നദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര മനോഹരമായ ഒരു നദിയാണ്. അതിപ്പോൾ ഈ 3-4 ദിവസമായിട്ട് നല്ല മഴയും കാര്യമൊക്കെ ഉള്ള കാരണം നിറപ്പുഴ വെള്ളമാണുള്ളത്. നമ്മൾ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ബാക്കിൽ തന്നെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറഞ്ഞൊഴുകിയിരുന്നു ഒരു 11 മാസം ഈ പുഴയിൽ. ഇപ്പോൾ നമ്മൾ മണലൊന്നും ഇല്ലാത്ത കാരണം പിന്നെ അതിൻ്റെ ഒരു ഭംഗിയില്ല. എന്നാലും ഈ പാലം വന്നതിന് ശേഷം ഒരു കാഴ്ച തന്നെയാണ്. ഇത് നല്ലൊരു ഭംഗിയിൽ ഇങ്ങനെ ഇങ്ങനെ വെള്ളച്ചാട്ടം പോകുന്നത് കാണാനും പിന്നെ കുറേ ജനങ്ങൾ വന്നിട്ട് ഇത് കാണാനും ആസ്വദിക്കാനും. CCTV ന്യൂസ് തൃത്താല. കനത്ത മഴയിൽ നിറഞ്ഞൊഴുകുന്ന നിളാനദിക്ക് കുറുകെ തല ഉയർത്തി കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ്. 90% നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയായ തടയണയുടെ പുഴയിലെ ജോലികൾ ജലനിരപ്പ് ഉയർന്നതോടെ നിർത്തിവെച്ചു. 2022 ഡിസംബറിലാണ് പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം ആരംഭിക്കുന്നത്. 102 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന തടയണയ്ക്ക് 30 തൂണുകളും 28 ഷട്ടറുകളുമാണ് ഉള്ളത്. പുഴയിൽ ജലനിരപ്പ് ഉയരുന്നതിന് മുൻപ് തന്നെ തടയണയുടെ 90% നിർമ്മാണ ജോലികളും പൂർത്തീകരിച്ചു. ഗതാഗതത്തിന് പുറമെ പാലക്കാട്, മലപ്പുറം ജില്ലകളിലേക്കുള്ള ജലസംഭരണവും ടൂറിസം പദ്ധതിയും ലക്ഷ്യമിടുന്നുണ്ട്. വെള്ളിയാങ്കല്, ചമ്രവട്ടം റെഗുലേറ്ററുകൾ അതത് ജില്ലകൾക്ക് മാത്രമാണ് ഉപകാരമെങ്കിൽ കാങ്കക്കടവ് റെഗുലേറ്റർ പാലക്കാടിനും മലപ്പുറത്തിനും ഒരുപോലെ അനുഗ്രഹമാകുമെന്ന പ്രത്യേകതയും ഉണ്ട്. കനത്ത മഴയിൽ ഇരുകരയും മുട്ടിയൊഴുകുന്ന ഭാരതപ്പുഴയിൽ തലയുയർത്തി നിൽക്കുന്ന തടയണയും തീരപ്രദേശങ്ങളും പ്രത്യേക കാഴ്ചഭംഗിയും സന്ദർശകർക്ക് നൽകുന്നുണ്ട്. പദ്ധതി പൂർത്തിയാകുന്നതോടെ മേഖലയിലെ ടൂറിസം സാധ്യതകളും സജീവമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. CCTV ന്യൂസ് തൃത്താല. ചെറുതുരുത്തിയിൽ കനത്ത മഴയെ തുടർന്ന് ഭാരതപ്പുഴ നിറഞ്ഞു കവിഞ്ഞു. സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. പെരുമ്പിലാവ് കുറ്റിപ്പുറം പാത വളയംകുളം തൃശൂർ പാതയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ശക്തമായ കാറ്റിൽ തകർന്നു. വൻ അപകടം ഒഴിവായി. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. നിലവിൽ 3 പേർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും തകരുന്ന ശബ്ദം കേട്ട് ഓടി മാറിയതിനാൽ അപകടം ഒഴിവായി. നിരവധി സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ ആശ്രയിക്കുന്നത്. 6 മാസത്തിലധികമായി കാത്തിരിപ്പ് കേന്ദ്രം തകർച്ചയുടെ വക്കിലായിരുന്നു. നിരവധി തവണ നാട്ടുകാരും മറ്റും പരാതി പറഞ്ഞിട്ടും അധികൃതർ നടപടിയെടുത്തില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. സ്റ്റോപ്പിലുണ്ടായിരുന്നേ അവർ 3 ആളും കൂടി ചായക്കടയിലേക്ക് ഓടി കയറി ചെയ്ത് അതോട് കൂടിയിട്ട് ഇത് ഒന്നാകണ്ട് വന്ന് ഇത് വീണതാണ്. കുറച്ച് കാലമായിട്ട് തകർന്ന് കിടക്കുക. 6 മാസത്തിലേറെയായി ഇതിങ്ങനെ തകർന്ന് കിടക്കൽ തുടങ്ങിയിട്ട്. 6 മാസമായി. പത്രത്തിൽ ഇതിലൊക്കെ കൊടുത്ത സംഭവം. ഇതുവരെ ഒരു പ്രതികരണവും ഇല്ല, ആരുമില്ല. രാവിലെ അപ്പോൾ രാവിലെ സ്കൂൾ വിട്ട സമയമാണ്. ഇപ്പോൾ ഒരു 10-15 ആയിട്ട് ഉള്ളിലേക്ക് എടുത്ത് പണി കഴിഞ്ഞ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ
89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വിളയൂർ ഗവൺമെന്റ് UP സ്കൂളിന് മുന്നിൽ അപകടം പതിവാകുന്നു. വാഹനങ്ങളുടെ അമിത വേഗത തന്നെയാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നത്. മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വിളയൂർ ഗവൺമെന്റ് UP സ്കൂളിന് സമീപം കഴിഞ്ഞ 2 ദിവസങ്ങളായി വ്യത്യസ്ത അപകടങ്ങളാണ് നടന്നത്. അമിത വേഗതയിലെത്തിയ വാഹനങ്ങൾ തന്നെയാണ് ഈ അപകടങ്ങൾക്ക് ഇടയാക്കിയത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ദുരന്തം ഇവിടെ സംഭവിക്കാത്തത്. ഈ പാതയുടെ നവീകരണത്തിന് ശേഷം കഴിഞ്ഞ 3 വർഷത്തിനിടെ 30-ലേറെ അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കുത്തനെയുള്ള ഇറക്കവും വാഹനങ്ങളുടെ അമിത വേഗതയും തന്നെയാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നത്. ഇതിനൊരു പരിഹാരമാണ് നാട്ടുകാരുടെ ആവശ്യം. പിന്നെ ആ വണ്ടി ഒറ്റ വണ്ടി ഓവർ സ്പീഡ് പോയ ഓട്ടോറിക്ഷ ഏകദേശമൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. കുറച്ച് മിനിസവും കൂടുതലാണ്. അപ്പോൾ പിന്നെ ഇറങ്ങി വരികയല്ലേ, അതിൻ്റെ നല്ല സ്കൂളിൻ്റെ സമയത്തല്ല പറ്റിയെങ്കിലും സ്കൂളുണ്ട്, എപ്പോഴും ഇവിടെ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവും. ഗവൺമെന്റ് UP സ്കൂളിന് തൊട്ടടുത്താണ് ഈ അപകടങ്ങൾ നടക്കുന്നത്. പ്രദേശത്തെ പുളിഞ്ചോട് കൂട്ടായ്മയും നിരവധി തവണ ഇവിടുത്തെ വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തിയതായിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനയും നടന്നതാണ്. എന്നാൽ ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകളോ മറ്റു സുരക്ഷാ സംവിധാനങ്ങളോ സ്ഥാപിക്കാൻ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചില്ല. ഇനി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭീമ ഹർജി നൽകാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. പുതിയ റോഡിന്റെ നിർമ്മാണം നടന്നതിന് ശേഷം മാത്രം ഇപ്പോൾ 30ഓളം അപകടങ്ങൾ ഇവിടെ കഴിഞ്ഞു. അതിനനുസരിച്ച് തന്നെ സ്കൂൾ PTA എന്ന നിലയിലും അതുപോലെ തന്നെ വെളിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പുളിഞ്ചോട് കൂട്ടായ്മ എന്ന നിലയിലൊക്കെ നിരവധി പരാതികളും അതിനുവേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചെങ്കിലും ഇതുവരെ അത്തരമൊരു നടപടിയിലേക്ക് അധികൃതർ എത്തിയിട്ടില്ല എന്നത് വലിയ ആശങ്ക ഉളവാക്കുന്നതാണ്. 700ഓളം കുട്ടികൾ പഠിക്കുന്ന UP സ്കൂൾ കോമ്പൗണ്ടിൻ്റെ പരിസരത്താണ് ഈ അപകടങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. വലിയ ഒരു ഭാഗ്യമെന്നോണം ഇതുവരെ മക്കൾക്ക് വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അധികൃതർ അത് സംഭവിച്ചാലേ കണ്ണു തുറക്കൂ എന്ന അവസ്ഥയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിരവധി നടപടികളിലേക്ക് നാട്ടുകാരെന്ന നിലയിൽ പുളിഞ്ചോട് കൂട്ടായ്മ ഉൾപ്പെടെ മുന്നോട്ട് വരുന്നതായിട്ടാണ് നമ്മൾ അറിയിക്കുന്നത്. നമ്മളിതുമായി ബന്ധപ്പെട്ട് കൊപ്പം പോലീസ് സ്റ്റേഷനിൽ PTA എന്ന നിലയിൽ നിരവധി പരാതികൾ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ പുളിഞ്ചോട് കൂട്ടായ്മ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് MVDയുടെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം അവിടെ വന്ന് പരിശോധന നടത്തുകയും ഒരു ഹമ്പ് സ്ട്രിപ്പ് ഉൾപ്പെടെ അവിടെ സ്പീഡ് ബ്രേക്കർ അതുപോലെ തന്നെ മറ്റു ഹമ്പുകളൊന്നും നിർമ്മിക്കാൻ ആ ഇറക്കത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് സാധ്യമല്ല എന്ന് പറഞ്ഞെങ്കിലും അവിടെ ഒരു ഹമ്പ് സ്ട്രിപ്പ് ഉൾപ്പെടെ നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് നമ്മൾ 6 മാസത്തിന് ശേഷം നമുക്ക് അതിൻ്റെ ഫോളോ അപ്പിൻ്റെ ഭാഗമായി വിളിച്ച സമയത്ത് അവർ സ്ഥലം മാറിപ്പോയി എന്ന് പറയുകയും അതുപോലെ തന്നെ മറ്റൊരാളെ ഏൽപ്പിച്ചു എന്ന് പറയുകയൊക്കെ ചെയ്തു. പിന്നീട് നമ്മൾ വിളിക്കുമ്പോൾ അവരുടെ സ്വരം മാറുന്ന അവസ്ഥയാണ് ഉണ്ടായത്. നിങ്ങളുടെ ഭാഗം മാത്രം നോക്കിയാൽ പോരാ, നമുക്ക് പല ഏരിയകളും വീണ്ടും കവർ ചെയ്യാനുണ്ട്, അതുകൊണ്ട് അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ഏതായാലും എത്രയും പെട്ടെന്ന് ഇവിടെ നടപടി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് കുട്ടികൾക്കുൾപ്പെടെ അപകടം സംഭവിക്കുന്ന ആ ഏരിയയിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാവരും അതുപോലെ തന്നെ രാഷ്ട്രീയ പൊതുപ്രവർത്തകരെല്ലാവരും വന്നുകൊണ്ട് ആ ഭാഗമൊന്ന് കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരൻ എന്ന നിലയിൽ PTA ഭാരവാഹി എന്ന നിലയിൽ ആവശ്യപ്പെടാനുള്ളത്. ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ തൃത്താല മണ്ഡലം കൺവെൻഷൻ ചാലിശ്ശേരിയിൽ നടന്നു. സംഘടന സംസ്ഥാന പ്രസിഡന്റ് സലാം മഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജയകൃഷ്ണൻ കുമ്പിടി അധ്യക്ഷനായി. സംസ്ഥാന ട്രഷറർ രാജേഷ് അപ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. സലാം കറുകപ്പുത്തൂർ, ഇബ്രാഹിം തൃത്താല, ലത്തീഫ് ആലിക്കര, റഫീഖ്, മോഹനൻ ചാലാച്ചി, ഹൈദർ കൊപ്പം, അച്യുതൻ, മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സംസ്ഥാന നേതാക്കളെ സ്വീകരിക്കൽ, വിവിധ കലാപരിപാടികൾ നടന്നു. കുവൈത്തിൽ കളഞ്ഞുകിട്ടിയ പേഴ്സും പണവും മറ്റു രേഖകളും ഉടമയ്ക്ക് നൽകി. മാതൃകയായി ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശി മണ്ണാന്തറയിൽ വീട്ടിൽ ഇബ്രാഹിം.
ജലീബ് അബ്ബാസിയ ബസ് സ്റ്റോപ്പിന് സമീപത്തു നിന്നാണ് രേഖകളും പേഴ്സും ഇബ്രാഹിമിന് ലഭിച്ചത്. പോലീസിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അറിയിച്ചിട്ടും ഉടമയെ കണ്ടെത്താനായില്ല. തുടർന്ന് ലഭിച്ച രേഖകളുമായി ബാങ്കിലെത്തി അഡ്രസ് ശേഖരിച്ച ശേഷം ഉടമയുടെ താമസ സ്ഥലത്തെത്തി ഇവ കൈമാറി. ബാംഗ്ലൂർ സ്വദേശിനിയുടേതാണ് നഷ്ടപ്പെട്ട പേഴ്സും രേഖകളും. 15 വർഷത്തിലധികമായി കുവൈത്തിൽ ജോലി ചെയ്തു വരികയാണ് ഇബ്രാഹിം. अस्सलाम वालेकुम। मेरी कल पर्स कम के कल से मैं टेंशन में थी। पंप ये केरला के भाई है, क्या नाम है आपका? इब्राहिम। उसमें पैसे भी थे 70 दिनार, बताखा, बैंक कार्ड, सब कुछ। अल्लाह उनको अच्छा रखे। अभी ला के मेरे को इब्राहिम देखो पैसों के साथ बताखे के साथ पूरा लेके आके दिया। अल्लाह उनको अच्छा रखे। ऐसे भी लोग होते हैं दुनिया में। देखिए जज़ाकल्लाह इब्राहिम, अल्लाह जज़ाकल्लाह। പെരിങ്ങോട് ശ്രീ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. ദിവസവും രാവിലെയും വൈകിട്ടും രാമായണ പാരായണം ഉണ്ടായിരിക്കും. കരുമത്തിൽ സേതുമാധവൻ നായരുടെ നേതൃത്വത്തിൽ അഞ്ജലി സുനീഷും കരുമത്തിൽ ശാരദയും ചേർന്നാണ് കർക്കിടകത്തിലെ 32 ദിവസവും രാമായണ പാരായണം നടത്തുന്നത്. കർക്കിടക മാസം 1-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ നാമജപം ഉണ്ടായിരുന്നു. കർക്കിടകം 13 ഞായറാഴ്ച ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും നടക്കും. കർക്കിടകം 31 വ്യാഴാഴ്ച കർക്കിടക മരുന്ന് സേവയും ആദര ചടങ്ങും ഉണ്ടായിരിക്കുമെന്നും ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി സുധീർ കെ.ബി. അറിയിച്ചു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വാർഡ് 11 ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൺവീനർ പി.കെ. ശിവദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി.ഡി.ജെ.എസ്. ചേലക്കര മണ്ഡലം പ്രസിഡന്റ് വി.എം. ധർമ്മപാലൻ, ബി.ജെ.പി. മേഖലാ സെക്രട്ടറി സുധീഷ് മേനോത്തുപറമ്പിൽ, ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് പി.ആർ. രാജകുമാർ, എസ്.സി. മോർച്ച ജില്ലാ പ്രസിഡന്റ് വി.സി. ഷാജി, ജില്ലാ കമ്മിറ്റി അംഗം എം.എ. രാജു, സ്ഥാനാർത്ഥി കെ.കെ. സുരേന്ദ്രൻ, കെ. രവി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷിജി നാരായണൻ, പി.ഇ. മുരളീധരൻ, സന്തോഷ് വി.വി. എന്നിവർ സംസാരിച്ചു. +1 പ്രവേശനം. മന്ത്രിമണ്ഡലമായ തൃത്താലയിൽ 1398 വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിച്ചില്ല എന്നാരോപിച്ച് MSFന്റെ നേതൃത്വത്തിൽ AEO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. +1 ക്ലാസുകൾ തുടങ്ങി ആഴ്ചകളായിട്ടും മന്ത്രിയുടെ മണ്ഡലമായ തൃത്താലയിൽ വിദ്യാർത്ഥികൾ സീറ്റില്ലാതെ പെരുവഴിയിലാണെന്നും പുതുതായി സർക്കാർ അനുവദിച്ച +1 ബാച്ചുകളിൽ ഒന്നുപോലും തൃത്താലയിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തത് മന്ത്രിയുടെ കഴിവുകേടാണെന്നും MSF നിയോജക മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. SSLC പരീക്ഷ വിജയിച്ച നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും +1 സീറ്റ് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് MSF തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റി മാർച്ച് സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് ഹിലർ കെ.വി. ഉദ്ഘാടനം ചെയ്തു. MSF തൃത്താല നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാക്കിർ കരിമ്പ അധ്യക്ഷനായി. യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് UT താഹിർ, TP ഫൈസൽ, സിയാദ്, TK ഉസാമ, ജുബൈർ, കമർ, M മൊയ്തീൻ, VP ഉമ്മർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.